അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന നടത്തുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം വെളിപ്പെടുത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങൾ വീണ്ടും കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അസ്ഥിരതയ്ക്കും കലുഷിതമായ അന്തരീക്ഷത്തിനും ആക്കം കൂട്ടുന്ന തരത്തിലാണ് അതീവ ഗൗരവമുള്ള ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ പുതിയ സംഭവവികാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ശേഖരിച്ച അതീവ രഹസ്യ വിവരങ്ങൾ അടുത്തിടെ അമേരിക്കൻ ഭരണകൂടവുമായി പങ്കുവച്ചതോടെയാണ് ഈ പുതിയ കിൽ പ്ലോട്ട് വിവാദം പുകയാൻ തുടങ്ങിയത്. അമേരിക്കൻ മാധ്യമങ്ങളായ ദി വാൾ സ്ട്രീറ്റ് ജേർണൽ, CNN തുടങ്ങിയ പ്രമുഖ ഏജൻസികളാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടത്. ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതികളെ കുറിച്ച് ഇസ്രായേൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇസ്രായേൽ നൽകിയ ഈ വിവരങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ലെങ്കിലും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വധശ്രമ ഗൂഢാലോചനയെക്കുറിച്ച് സ്വതന്ത്രമായ രീതിയിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. ഇസ്രായേൽ നൽകിയ രേഖകളും വിവരങ്ങളും വാഷിംഗ്ടൺ ഇപ്പോൾ അതീവ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. എന്നിരുന്നാലും ഈ വാർത്തകൾ പുറത്തുവന്നത് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. തനിക്കെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ ഭീഷണിയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് മുൻപും പലതവണ പരസ്യമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഈ പുതിയ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ട് ഇറാന്റെ ശത്രുക്കളുടെ പട്ടികയിൽ ഒന്നാമത് താനാണെന്നും അവരുടെ എല്ലാ ഹിറ്റ് ലിസ്റ്റുകളിലും തന്റെ പേരുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. തന്നെ ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടം നിരന്തരമായി ശ്രമിക്കുന്നുണ്ടെന്ന വാദത്തിന് അടിവരയിടുന്നതാണ് പുതിയ വെളിപ്പെടുത്തലെന്ന് ട്രംപ് അനുകൂലികൾ വാദിക്കുന്നു. ഇറാനും ട്രംപും തമ്മിലുള്ള ഈ കടുത്ത ശത്രുതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2020 ജനുവരിയിൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇറാന്റെ ഏറ്റവും ശക്തനായ സൈനിക കമാൻഡറും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലവനുമായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നു. ഈ കൊലപാതകത്തിന് അതിശക്തമായ പ്രതികാരം ചെയ്യുമെന്നും ട്രംപിനെ വെറുതെ വിടില്ലെന്നും അന്നു മുതൽ ഇറാൻ സൈനിക നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സുലൈമാനിയുടെ വധത്തിന് പ്രതികാരം വീട്ടാൻ ഇറാൻ ഇപ്പോഴും തക്കം പാർത്തിരിക്കുകയാണെന്ന വാദത്തിന് ഈ പുതിയ ഇസ്രായേലി രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കൂടുതൽ ബലം നൽകുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേൽ നൽകിയ പുതിയ വിവരങ്ങൾ ട്രംപിന്റെ സുരക്ഷാ തലത്തിലുള്ള ഏജൻസികൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സുരക്ഷ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാക്കാൻ വൈറ്റ് ഹൌസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അങ്ങേയറ്റം ദുർബലമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏത് നിമിഷവും തകരാവുന്ന രീതിയിലാണ് ഇരുപക്ഷവും തമ്മിലുള്ള ഈ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് തീപ്പൊരി പടർത്തുന്ന തരത്തിലുള്ള പുതിയ വധശ്രമ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും സൈനിക ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക വിന്യാസങ്ങൾ അതിർത്തികളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല മിലിഷ്യകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിശക്തമായി പ്രതികരിക്കാൻ US സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വധശ്രമ ഗൂഢാലോചന ആരോപണങ്ങളെ ഇറാൻ ഔദ്യോഗികമായി നിഷേധിക്കാനാണ് സാധ്യതയെങ്കിലും അവരുടെ മുൻകാല പ്രസ്താവനകൾ അമേരിക്കയ്ക്ക് പൂർണ്ണമായ വിശ്വാസം നൽകുന്നില്ല. ഇസ്രായേൽ മനഃപൂർവ്വം അമേരിക്ക ഇറാനെതിരെയുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാൻ ചമച്ച കഥയാണിതെന്ന തരത്തിലുള്ള വാദങ്ങളും ചില രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. എന്നാൽ സുരക്ഷാ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. പരസ്യമായി കടുത്ത ഭീഷണികളും വെല്ലുവിളികളും ഉയരുമ്പോഴും അണിയറയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും നിലച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പശ്ചിമേഷ്യയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ രഹസ്യ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ വിവാദം ഈ ചർച്ചകളുടെ പുരോഗതിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഗൾഫ് മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളും ഈ പുതിയ സംഭവ വികാസങ്ങളെ വലിയ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയോ അതിന് മറുപടിയായി അമേരിക്ക ഇറാനെതിരെ നേരിട്ട് സൈനിക നടപടിക്ക് മുതിരുകയോ ചെയ്താൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെയും എണ്ണ വിപണിയെയും പൂർണ്ണമായും തകിടം മറിക്കും. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗവും പ്രകോപനങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അവരുടെ ആവശ്യം. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വീഴ്ച പറ്റുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇസ്രായേൽ നൽകിയ വിവരങ്ങളുടെ സത്യാവസ്ഥ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണമെന്ന സമ്മർദ്ദവും പ്രതിരോധ മന്ത്രാലയത്തിന് മേലിലുണ്ട്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം ഏത് നിമിഷവും മാറിമറിയാവുന്ന ഒന്നാണ്. ഇറാന്റെ ആണവ നിലയങ്ങളും സൈനിക താവളങ്ങളും കനത്ത നിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന ഓരോ വാർത്തകളും ആഗോള വിപണിയിലും രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഈ ഗൂഢാലോചനയെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണ റിപ്പോർട്ട്
പുറത്തുവിടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിന്മേൽ അമേരിക്ക എടുക്കുന്ന നിലപാടായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുക. നയതന്ത്ര യുദ്ധം കടുക്കുമ്പോൾ പശ്ചിമേഷ്യൻ നാടകവേദിയിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കുക അസാധ്യമാണ്.